സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഫുട്ബോളിൽ സ്ട്രൈക്കേഴ്സ്, ആ മുന്നേറ്റത്തിൽ കളിക്കുന്ന പ്ലെയർ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റാനുള്ള ഒരു ശ്രമമാണ്. സ്ട്രൈക്കേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ സ്ട്രൈക്കേഴ്സിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. ടാപ്പ് ഇൻ ഗോൾസ് നേടുന്ന ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട്, ഈ ക്ലോസ് റേഞ്ചിൽ നിന്ന് ഫിനിഷ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട്. ഫുട്ബോളിൽ വളരെയധികം വിമർശനങ്ങളും കളിയാക്കലുകളും ഏറ്റുവാങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ് ഈ പറഞ്ഞ ടാപ്പ് ഇൻ ഗോൾസ് നേടുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ഗോൾ സ്കോറിംഗ് നോക്കുമ്പോൾ കൂടുതൽ ഗോളുകളുള്ള പ്ലേയേഴ്സ്. ഇപ്പോൾ പച്ചമലയാളത്തിൽ പെട്ടിക്കട സ്ട്രൈക്കേഴ്സ് എന്നൊക്കെ പലരും കളിയാക്കി ഇത്തരം സ്ട്രൈക്കേഴ്സിനെ വിളിക്കാറുണ്ട്. അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് അവിടെ നിന്നാൽ മതി, പന്ത് വരുമ്പോൾ തട്ടിയിടുക, ഇത്ര പരിപാടി ഉള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ അവരെ പരിഹസിക്കാനും കളിയാക്കാനൊക്കെ ഉള്ള ഒരു കാരണമായിട്ട് വരുന്നത്. സോ ഈ രീതിയിൽ ശരിക്കും ഈ പറയുന്ന ആ ഒരു ടാപ്പ് ഇൻ ഗോൾസ് നടന്ന, അല്ലെങ്കിൽ ക്ലോസ് റേഞ്ചിൽ നിന്ന് ഫിനിഷ് ചെയ്യുന്ന പ്ലേയേഴ്സിന് ഫുട്ബോളിൽ ഗോൾ പോസ്റ്റർ, ഫോക്സ് ഇൻ ദ ബോക്സ് തുടങ്ങിയ ടേംസിലൊക്കെ പറയാറുണ്ട്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവരെ പറ്റിയാണ്. അതിനുവേണ്ടി നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ഹേസൂസ് ജിമനസ് ആണ്. ഹേസൂസിനെ ഒരു കാറ്റഗറിയിൽ പിടിച്ചിടുമ്പോൾ പലർക്കും അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. അദ്ദേഹം ഒരു ഫ്രണ്ടിൽ മാത്രം നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയർ ഒന്നും അല്ല. മാക്സിമം ഇറങ്ങി വന്ന് ലിങ്കപ്പ് കളിച്ച് ഒരുപാട് ഡ്രോപ്പ് ചെയ്യുന്ന, പല സമയത്തും അദ്ദേഹത്തിനുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത് ഇറങ്ങി വരുന്നത് കൊണ്ട് ഗോൾ പോസ്റ്റിന്റെ ആ ഒരു സൈഡിൽ വേക്കൻ്റ് ആയി പോകുന്നു, അവിടെ സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഗോളുകൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ സീസണിൽ അതിൻ്റെ ഗോളുകൾ നോക്കുകയാണെങ്കിൽ 11 ഗോളുകളാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. ഈ 11 എണ്ണത്തിൽ 3 എണ്ണം പെനാൽറ്റിയാണ്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി 8 എണ്ണം. ഈ 8 എണ്ണത്തിൽ 7 എണ്ണവും ഈ പറയുന്ന ക്ലോസ് റേഞ്ചിൽ നിന്ന് ഇൻസൈഡ് ദ ബോക്സിൽ നിന്നുള്ള ഗോളാണ്. ഒരെണ്ണം മാത്രമാണ് ഔട്ട്സൈഡ് ദ ബോക്സ് മോഹൻ ബഗാനെതിരെ ഒരു ലോങ് റേഞ്ചർ അദ്ദേഹം എടുത്തിട്ടുള്ളത്. സോ ഈ രീതിയിൽ ക്ലോസ് റേഞ്ചിൽ നിന്ന് അദ്ദേഹത്തെ ഫിനിഷ് ചെയ്യാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ പൊതുവെ ഈ പറയുന്ന ക്ലോസ് റേഞ്ചിൽ നിന്ന് ഫിനിഷ് ചെയ്യുന്ന ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവരങ്ങനെ ഗോൾ നേടുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഒരു രീതിയിൽ കളിക്കാൻ ആദ്യമേ തന്നെ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സ്പേസ് റെക്കഗ്നിഷൻ എബിലിറ്റിയാണ്. ഓപ്പൺ ടീം ഡിഫെൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേജിലാണെങ്കിലും ഡിഫൻസീവ് ഫേസിലാണെങ്കിലും ഓപ്പൺ ടീം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ ഗോൾ സോൺ എന്ന് പറയുന്ന ആ ഒരു ഏരിയ കവർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ മാക്സിമം പ്ലേയേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ 2 സെൻറ്റർ ബാക്ക്, 2 ഫുൾ ബാക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സെൻട്രൽ മിഡ്ഫീൽഡറും ഡിഫൻസീവ് മിഡ്ഫീൽഡറൊക്കെ അവിടെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു ഏരിയയിൽ, അത്രയും കൺജസ്റ്റഡ് ആയുള്ള ഒരു ഏരിയയിൽ നിന്നിട്ട് സ്പേസ് കണ്ടെത്തുക, അല്ലെങ്കിൽ ഫ്രീ സ്പേസിലേക്ക് മാറുക, അവിടെ നിന്ന് പന്ത് വാങ്ങിക്കുക, ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഇൻ്റലിജൻസും ആ ഒരു വിഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകൾ, അല്ലെങ്കിൽ പ്ലേയേഴ്സ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. അവിടെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ ടീമിൻ്റെ ആ ഒരു ഡിഫൻസീവ് ലൈനെയാണ്. ഡിഫൻസീവ് ഫേസിലാണെങ്കിലും ഈ പറഞ്ഞ ട്രാൻസിഷൻ ഫേസിലാണെങ്കിലും അവർ മാക്സിമം ഒരു സ്ട്രെയിറ്റ് ലൈൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിലായിരിക്കും പലപ്പോഴും അവരെ കാണുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് വഴി ഓഫ് സൈഡ് ട്രാപ്പിലേക്ക് വരാനും ഓർഗനൈസ്ഡ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ഇവിടെ ഒരു സ്ട്രൈക്കർ ചെയ്യേണ്ടത് ഈ ലൈനിൻ്റെ ഇടയിൽ അകപ്പെട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ഗ്രൗണ്ട് ബോളുകളുടെ കാര്യത്തിൽ. ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സിറ്റുവേഷൻ അതിലേക്ക് വരാം. ഈ ലൈനിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഈ ലൈനിൻ്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഉള്ള സ്പേസ് ആണ് ഇവിടെ ഏറ്റവും അധികം സ്ട്രൈക്കേഴ്സ് നോട്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ലൈനിൻ്റെ ബാക്കിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ നാച്ചുറലി ത്രൂ ബോളുകൾ, അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസീവ് ലൈനെ ഓടി തോപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ടൈമിങ്ങിൽ കൃത്യമായ രീതിയിൽ ഓഫ് സൈഡ് ട്രാപ്പിനെ ബീറ്റ് ചെയ്ത് ആ ലൈനിൻ്റെ സ്പേസിൽ നിന്ന് പന്ത് ത്രൂ ബോളിൽ റണ്ണ് റിസീവ് ചെയ്ത് ആ ഒരു പന്ത് എടുക്കുന്ന ഒരു രീതിയായിരിക്കും പൊതുവെ ലൈനിൻ്റെ ബാക്കിലുള്ള സ്പേസിനെ ടാർഗറ്റ് ചെയ്ത് സ്ട്രൈക്കേഴ്സ് പന്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി ലൈനിൻ്റെ ഫ്രണ്ടിലുള്ള സ്പേസ് ആണെങ്കിൽ അവിടെ കൂടുതലും കട്ട് ബാക്ക്, ആ ഒരു ഡിഫൻഡേഴ്സിനൊപ്പം ആണെങ്കിൽ അവർ റണ്ണൊന്ന് ഡിലേ ചെയ്ത് അവരുടെ ഫ്രണ്ടിൽ, അവരുടെ ഫ്രണ്ട് ഫേസിങ്ങിൽ നമ്മുടെ പോസ്റ്റും വരും. ആ ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഡിഫൻസീവ് ലൈനിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് കവളിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അവർ മാക്സിമം ആ ഒരു ഗോൾ പോസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് റൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കട്ട് ബാക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ബാക്കിലേക്ക് പന്ത് വരുമ്പോൾ അത് അവർ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യാത്തൊരു മൂവ് ആയിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ വന്നാൽ തന്നെ അത് ഡിഫെൻഡ് ചെയ്യാൻ അവർ ആ ഒരു ഡയറക്ഷൻ പിന്നെ സ്വിച്ച് ചെയ്ത് ഫ്രണ്ടിലേക്ക് കയറി വരണം. സോ അത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഡിഫെൻഡ് ചെയ്യാനും കുറച്ച് പ്രയാസമുള്ള ഒരു ഏരിയയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഡിഫൻസിന് ഫ്രണ്ടിലുള്ള ആ ഒരു സ്പേസ് ഇതുപോലെ നമുക്ക് മുതലാക്കാൻ പറ്റും. അവിടെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനോ, അല്ലെങ്കിൽ ഒരുപാട് നോക്കി സ്പേസ് ഫൈൻഡ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ക്യുക്കായുള്ള തിങ്കിങ്, ക്യുക്കായുള്ള റിയാക്ഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഗോളിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഹേസൂസിൻ്റെ കൃത്യമായ ഒരു ഇൻ്റലിജൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്രോസ് ലൂണയിൽ നിന്ന് നോവയിലേക്ക് വരുമ്പോൾ ആ ബോൾ കിട്ടില്ല എന്നുള്ളത് ഹേസൂസ് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ആൻഡ് ആ ബോളിലേക്ക് അദ്ദേഹം കളിക്കുന്നില്ല, ഓൾറെഡി അവിടെ നോസദു അവിടെ പ്രസന്റ് ആണ്. പിന്നീട് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് നോവയിൽ നിന്നുള്ള ഒരു പാസിംഗ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കൃത്യമായ രീതിയിലൊരു മൂവ്മെന്റ്, വീണ്ടും പിറകിലേക്ക് പോകാതെ, അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്പേസിലേക്കുള്ള ഒരു മൂവ്മെന്റ്, അവിടെ ഡിഫൻസീവ് ലൈൻ്റെ ഫ്രണ്ടിൽ, ആ ഒരു മൊർത്താദയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു സ്പേസ് ആണ് അദ്ദേഹം ചൂസ് ചെയ്തത്. കൃത്യമായ രീതിയിൽ അങ്ങോട്ടേക്ക് തന്നെ നോവയുടെ ഹെഡ് വരുന്നുണ്ട്, അദ്ദേഹത്തിന് അത് കൃത്യമായ രീതിയിൽ ഫിനിഷ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ഇവിടെ ക്യുക്കായുള്ള തിങ്കിങ് വഴി, ക്യുക്കായുള്ള റിയാക്ഷൻ വഴി ഹേസൂസ് ആ മൂവ്മെന്റ് ആ ഒരു സ്പേസിലേക്ക് നടത്തിയത് കൊണ്ട് മാത്രമാണ് അതിന് ആ ഒരു ഗോൾ നേടാൻ സാധിച്ചത്. അവിടെ വെറുതെ തട്ടിടൽ മാത്രമല്ല ഹേസൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അഡീഷണലി ഇവിടെ
അവിടെ നമ്മൾ ഈ ഡിഫൻസീവ് ലൈൻ്റെ ഒപ്പം അല്ലെങ്കിൽ സെൻറ്റർ ബാക്സിൻ്റെ ഒപ്പം നമ്മൾ കുടുങ്ങി പോകരുതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതും ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പ്രത്യേകിച്ചും ഹൈ ബോളുകൾ, ക്രോസുകളൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ഈ സെൻറ്റർ ബാക്കിൻ്റെ ഇടയിൽ 2 സെൻറ്റർ ബാക്ക് അവിടെ വരുമ്പോൾ 4-man ഡിഫൻസ് കളിക്കുന്ന 2 CBs കളിക്കുന്ന സിറ്റുവേഷനിൽ പ്രത്യേകിച്ചും ഈ 2 സെൻറ്റർ ബാക്ക് വരുമ്പോൾ എപ്പോഴും അവിടെ ഒരു സെൻറ്റർ ഏരിയയിൽ വേക്കൻ്റ് ആയിരിക്കും. അതൊരു കൺഫ്യൂസ്ഡ് സോണാണ്. കാരണം അങ്ങോട്ടേക്ക് ഒരു പന്ത് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഡിഫൻഡറും ബാക്കിൽ നിൽക്കുന്ന ഡിഫൻഡറും തമ്മിൽ പ്രോപ്പറായുള്ള കമ്മ്യൂണിക്കേഷനും അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലെങ്കിൽ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ഡിഫൻഡർ വിചാരിക്കും ബാക്കിൽ നിൽക്കുന്ന ഡിഫൻഡർ കയറി വന്ന് ഹെഡ് ചെയ്യും, ബാക്കിൽ നിൽക്കുന്ന ഡിഫൻഡർ വിചാരിക്കും ഫ്രണ്ടിലുള്ള ഡിഫൻഡർ ആയിരിക്കും അത് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അവർ തമ്മിലൊരു കൺഫ്യൂഷൻ വരുമ്പോൾ ഈ സെൻറ്റർ അവർക്ക് 2 പേർക്കും ഇടയിലുള്ള ആ ഒരു സ്പേസ് എപ്പോഴും സ്ട്രൈക്കറിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോണാണ്, ഒരു വീക്ക് പോയിന്റ് ആണ്. സോ അവിടെ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ 2 സെൻറ്റർ ബാക്കിൻ്റെ ഇടയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഹൈ ബോളുകൾ നല്ല രീതിയിൽ ആ ഒരു സ്ട്രൈക്കറിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഈ സെൻറ്റർ ബാക്കുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ഫിനിഷ് ചെയ്യാൻ, ഹെഡ് ചെയ്ത് ഫിനിഷ് ചെയ്യാനൊക്കെയുള്ള എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ സ്പേസ് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിനിമം ടച്ചസ് മാത്രം ബോക്സിനകത്ത് എടുക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു പ്ലെയറിന് ഒരുപാട് പന്ത് കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് ടച്ചസ് എടുക്കാനോ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. സോ അവിടെ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് ഫസ്റ്റ് ടച്ച്. ആ ഫസ്റ്റ് ടച്ച് എപ്പോഴും മാക്സിമം ആ ഒരു പ്ലെയറിൻ്റെ വരുതിയിൽ തന്നെ വരുത്തുക എന്നുള്ളത് ആ ഒരു സ്ട്രൈക്കിംഗ് സോണിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു ബോക്സിൽ നിൽക്കുമ്പോൾ ആ ഒരു സ്ട്രൈക്കറിന് വേണ്ട വളരെ വലിയൊരു ക്വാളിറ്റിയാണ്. അതും അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസും ടാലൻറ്റും വേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിയുമെങ്കിൽ ആദ്യത്തെ ടച്ച് തന്നെ, ഫസ്റ്റ് ടച്ച് തന്നെ ഒരു ഷോട്ടാക്കി മാറ്റാൻ ആ ഒരു സ്ട്രൈക്കറിന് കഴിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ മാക്സിമം 2 or 3 ടച്ചസ്, 2 ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. 2 ടച്ച് കൊണ്ട് അങ്ങനെ ആ ഒരു ഫിനിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് ടച്ച് വരുതിലാക്കുക, രണ്ടാമത്തെ ടച്ച് ഷോട്ടാണ്. അത് കൊണ്ടുവരേണ്ടത് ഇവിടെ നിൽക്കുന്ന സ്ട്രൈക്കേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹേസൂസ് ഹിമെനസ് ആണെങ്കിലും അത്തരത്തിൽ 1-2 ടച്ച് മാക്സിമം അദ്ദേഹം ആദ്യത്തിൻ്റെ ഗോളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ടച്ച് കൂടുതൽ ആ ഗോളിൽ എടുക്കുന്നില്ല. രണ്ടാമത്തെ ടച്ച് ഷോട്ടാണ്, അങ്ങനെ എടുത്തിട്ട് ഫിനിഷ് ചെയ്യുന്നതാണ്. സോ അതിന് ആക്യുറസി ഉണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പൊതുവേ നമുക്ക് കാണുന്നത് വളരെ ഈസി ആയിട്ടും വലിയൊരു പോസ്റ്റാണ്, ഒരു ഗോളി മാത്രം ഫ്രണ്ടിലുള്ളൂ. സോ എങ്ങോട്ടേക്ക് ഇട്ടാലും ഗോളാവും. ആ ഒരു പരിപാടി പൊതുവേ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഗോൾ കീപ്പേഴ്സ് വെറുതെ നിൽക്കുന്നൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ ഒരു ആംഗിൾ വരുമ്പോൾ ആംഗിൾ കവർ ചെയ്ത് നിൽക്കുമ്പോൾ ആ സൈഡിലേക്ക് ഗോൾ കീപ്പറിനെ നേരെയാണ് പലരും ആ ഒരു ബോക്സിനകത്തേക്ക് ഷോട്ട് എടുക്കാറ്. അത് മാറ്റിയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്യുന്ന ഷോട്ടുകൾ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലോങ് റേഞ്ചസ് എടുക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ഡ്രിബിൾ ചെയ്യുന്ന പ്ലേയേഴ്സിന് കിട്ടുന്ന ഒരു ഫ്രീഡം എന്ന് പറയുന്നത് എയിം ചെയ്യാനുള്ള ഒരു സമയം എപ്പോഴെങ്കിലും അവർക്ക് കിട്ടും. ലോങ് റേഞ്ചസ് എടുക്കുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈമും സ്പേസും കിട്ടുന്നതുകൊണ്ടാണ് അത്രയും പവറുള്ള ഷോട്ട് എടുക്കാൻ പറ്റുന്നത്. ഡ്രിബിൾ ചെയ്യുന്ന പ്ലേയേഴ്സിനാണെങ്കിലും അവർ ഡ്രിബിൾ ചെയ്യുമ്പോൾ ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റിൻ്റെ ഒരു സൈഡ് മനസ്സിൽ കണ്ടിട്ടൊക്കെ ആയിരിക്കും അവർ ഡ്രിബിൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എയിം എടുക്കാനുള്ള അല്ലെങ്കിൽ എയിം ചെയ്യാനുള്ള ഒരു സമയം അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ക്വിക്കായുള്ള റിയാക്ഷൻ വഴിയാണ് അവിടെ ഗോൾ സ്കോർ ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം കേൾക്കുമ്പോൾ സ്റ്റെപ്സ് വളരെ കുറവാണ്, പക്ഷേ എന്നാലും അതിനും ഈ പറഞ്ഞ പോലെ ഒരു ടാലൻറ്റും അതിനും ഈ പറഞ്ഞ പോലെ ആ ഒരു IQ, ഇൻ്റലിജൻസ്, ആൻറ്റിസിപ്പേഷൻ, അതുപോലെ തന്നെ ആ ഒരു ക്വിക്കായുള്ള ഡിസിഷൻ മേക്കിംഗ്, ക്വിക്കായുള്ള റിയാക്ഷൻ, റിഫ്ലക്സ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അവിടെയും ഇമ്പോർട്ടൻ്റ് ആണ്. ആരും ഈ പറഞ്ഞ പോലെ കാശ് കൊടുത്തിട്ടോ വെറുതെ കയറി സ്ട്രൈക്കേഴ്സ് ആവുന്നല്ല. അല്ലെങ്കിൽ സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പിടിച്ച് നിർത്തിയാൽ മതി, അങ്ങോട്ടേക്ക് പന്തിട്ട് കൊടുത്താൽ തട്ടിയിടുന്ന പരിപാടിയാണെങ്കിൽ ആ പ്ലെയറിന് മതി. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ട, വില കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ അവസാനമായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് ഹേസൂസായിട്ട് അത്ര റിലേറ്റബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറയുന്നത്. അദ്ദേഹം ഒരുപാട് ഇറങ്ങി വന്ന് ഡ്രോപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ചില സ്ട്രൈക്കേഴ്സ് അങ്ങനെ ഒരുപാട് ഇറങ്ങി വരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ഡിഫെൻഡ് ചെയ്യാൻ വരുന്നില്ല, അവരെപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരു പഴി അവർക്ക് പലപ്പോഴും കേൾക്കാറുണ്ട്. അതിനും ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനും ഒരു മറുവശമുണ്ട്. ഫ്രണ്ടിലെ ഡിഫൻഡേഴ്സിനെ എൻഗേജ് ആക്കി നിർത്തുക എന്ന് പറയുന്നത് സ്ട്രൈക്കേഴ്സിന് പൊതുവെ കോച്ചസ് കൊടുക്കുന്ന ഒരു നിർദ്ദേശം കൂടിയായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഹേസൂസിന് ഉണ്ടാകുന്ന ആ ഒരു ഇഷ്യൂ, ആ ഒരു പ്ലെയർ ബാക്കിൽ ഒന്ന് തട്ടി വിങ്ങിലേക്ക് വന്നുകൊണ്ടുപോയി, പിന്നെ അവരൊരു ക്രോസ് കൊടുക്കുമ്പോൾ സ്ട്രൈക്കർ അത്രയും പറയലാണ്. ഈ പറഞ്ഞ നമ്മൾ ടി വിയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് വലിപ്പമുണ്ട് ഈ ഫീൽഡിന്. സോ അത്രയും ഇറങ്ങി വന്നിട്ട് അവർ പിന്നെയും ഫ്രണ്ടിലേക്ക് ഓടി എത്താൻ എടുക്കുന്ന ടൈം വളരെ അധികം ഈ പറഞ്ഞ പോലെ കൺസ്യൂം ആവുകയും അത് ഓപ്പണന്റ് ടീമിൻ്റെ ഡിഫൻഡേഴ്സിന് വളരെയധികം റീഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എനർജി സേവ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരുപാട് അവർ ഇറങ്ങി വന്ന് എനർജി ഡൗൺ ആയി കഴിഞ്ഞാൽ ക്വിക്കായുള്ള ഒരു ത്രൂ ബോളിനോ ക്വിക്കായുള്ള ഒരു ഹൈ ബോളിനോ അവർക്ക് ഓടി ആ ഒരു പന്ത് എടുക്കാൻ പറ്റണമെന്നില്ല. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ആരും കളിക്കാൻ താല്പര്യമില്ലാട്ടോ അല്ലെങ്കിൽ മേലനങ്ങാൻ താല്പര്യമില്ലാട്ടോ ഒന്നല്ല ഫ്രണ്ടിൽ സ്ട്രൈക്കർ ആവുന്നത്. അതിനും ഈ പറഞ്ഞ പോലെ നമ്മൾ വില കൊടുക്കേണ്ട ഒരുപാട് ഫാക്ടേഴ്സ്, ഒരുപാട് ആട്രിബ്യൂട്ട്സും ക്യാരക്ടേഴ്സും അവർക്ക് ഉള്ളതുകൊണ്ടും അത് ടാലൻറ്റിലൂടെയും അത് ട്രെയിനിങ്ങിലൂടെയൊക്കെ കൃത്യമായ രീതിയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് അവരങ്ങനെ നിന്ന് ഗോൾ അടിക്കുന്നത്. സോ ഇനി മുതൽ ടാപ്പിൻ ഗോൾ അടിക്കുമ്പോൾ അത് പുച്ഛിക്കാതിരിക്കുക. എന്തായാലും ഈ ടാപ്പിൻ ഗോൾസിനെ പുച്ഛിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.